ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ കൊല്ലത്ത് നിന്നും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോ കൊല്ലം നഗരത്തിലാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ജീവിതം സുന്ദരമാണ്. ജീവിക്കാൻ അറിയാവുന്നവർക്ക് കൊല്ലം പലപ്പോഴും രാഷ്ട്രീയമായി ചിന്തിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുന്നു. അപ്പൊ രേഷ്മയെ അക്ഷയ് മെന്റലിസത്തിന് വിധേയമാക്കാൻ പോകുന്നു. നെറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത ആവശ്യമില്ലാതൊക്കെ വരും. ഒരു തെരഞ്ഞെടുപ്പിലും അനുഭവിക്കാത്ത ചൂടാണ് സ്വന്തം. അപ്പൊ മുകേഷ് വെല്ലുവിളിക്കുക 1746 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി. അപ്പോൾ അത് ഡിബേറ്റ് ചെയ്യാം. മുകേഷ് തയ്യാറാണെങ്കിൽ റിപ്പോർട്ടറും തയ്യാറാണ്. ആ കോടിയുടെ കണക്ക് അത് എവിടെയാണ് എന്ന് നമുക്ക് തൊട്ടറിയാം, സംബന്ധിച്ചറിയാം. പ്രേമേന്ദ്രൻ ഇപ്പം 3 ടൈം ആയി. അപ്പൊ മുകേഷ് ഫ്രഷാണ്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ വിലയിരുത്തും? അപ്പൊ മുകേഷ് 3-ാം സ്ഥാനത്ത് വന്ന 3 വർഷം അല്ല 3 ടൈം വിലയിരുത്താൻ പറ്റും. ഇപ്പൊ നമുക്ക് വരാൻ പറ്റത്തില്ല. പ്രേമേന്ദ്രൻ വിട്ടോടാ, മുകേഷ് വിട്ടോടാ, തോമസ് ഊട്ടി വിട്ടോടാ, ആര് വിടും? മിക്കവാറും രണ്ടും വരട്ടെ എന്നാണോ, അതോ രണ്ടും വിടട്ടെ എന്നാണോ? രണ്ടും വിടട്ടെ എന്നാണോ? രാവിലെ നമ്മളൊരു 6-7 കിലോമീറ്റർ ഓടും, പിന്നെ കുറച്ച് വർക്കൗട്ട് ഉണ്ട്. 7 കിലോമീറ്റർ ഓടും, പിന്നെ വർക്കൗട്ട് ഉണ്ടോ? ഇത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കിടന്നു തുടങ്ങും. ഇല്ല, പിന്നെ വേറെ അത്യാവശ്യം പരിപാടി കഴിയും. 2014 ഏത് വ്യക്തി ഏത് നമ്പറിനാണ് അടിക്കാൻ പോകുന്നത്, ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഏത് നമ്പറിനാണ് അടിക്കാൻ പോകുന്നത് മുന്നോട്ട് പ്രെഡിക്റ്റ് ചെയ്യണ്ടേ? പക്ഷെ ആ പ്രെഡിക്റ്റ് ചെയ്തതിന്റെ പേരിൽ 2 ദിവസം അകത്ത് കിടക്കേണ്ടി വന്നു. മുകേഷിനെ നമ്മൾ തോമസ് കുട്ടി വിട്ടോടാന്ന് പറയും. ആണോ? ജാക്കിയുടെ വിശേഷങ്ങൾ അങ്ങോട്ടും അവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങോട്ടും പറയാം. ബീച്ചിൽ പോയി കളയാൻ കുതിരപ്പുറത്തൊന്നും പറയത്തില്ല, അങ്ങനെ പറയത്തില്ല. തോളി കൂടെ കൈയിട്ടിട്ട് മുകേഷ്, നിങ്ങളുടെ ആക്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇവിടെ പാർലമെന്റിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞൂടെ. കലാകാരൻ എന്ന നിലയിലുള്ള അത് നമ്മൾ നോ എന്ന് പറയണ്ട. പക്ഷെ അതിനകത്ത് രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ബ്രീഫ് കേസും കൂടി ഇരിപ്പുണ്ട്. 25-30 കോടി രൂപയുണ്ട്. അത് താങ്കൾക്ക് വേണമെങ്കിൽ നമ്മുടെ പാർട്ടിയിലേക്ക് വരാനുള്ള പ്രലോഭനമാണ് എന്നൊരു സൂചന നൽകിയാലോ? അതിന്റെ അപ്പുറത്ത് ED ഉണ്ടോ? അവസാനം പറഞ്ഞാൽ മതിയല്ലോ, മുകേഷ് അല്ല മുകേഷ് കുമാർ ആയിരുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതായിരുന്നു എന്നിട്ട് 5 കൊല്ലമായിട്ട് വലിച്ചഴിച്ചിട്ട് അവസാനം പറയാമല്ലോ. അപ്പം ചില പ്രേക്ഷകരെ ട്രോളാൻ വേണ്ടി ചോദിക്കും, മുകേഷ് ഏത് ഭാഷയിലായിരിക്കും അവരോട് സംസാരിക്കുക? അപ്പം ഹിന്ദി ഭാഷയെ സംസാരിക്കും. ഹിന്ദി എത്ര വശമില്ലല്ലോ അല്ലേ? ഹിന്ദി അങ്ങനെ വലിയ വശമില്ല. പക്ഷേ ഈ മന്ത്രിമാരുടെ പോയി കാര്യങ്ങൾ ഏർപ്പാടാക്കണ്ടേ? അവർക്ക് ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അല്ല, അതിനല്ലേ എൻ്റെ ആക്ടിങ്. ഭരത് ചന്ദ്രനൊക്കെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് കുറച്ച് ഹൈപ്പറായിട്ട് സംസാരിക്കാനും കൈയെടുക്കാനും. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ബോഡിയിലുണ്ട്, രക്തത്തിലുണ്ട്. അത് പ്രൊവോക്ക് ചെയ്യുന്ന പരിപാടികളാണ് അവരുടെ പാർട്ടിയിലുള്ളവർ പോലും ചെയ്യുന്നത്. പൊതുവെ രാഷ്ട്രീയം എങ്ങനെ ഇവിടെ കൊല്ലം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമേന്ദ്രന്റെ ഒരു ട്രെൻഡ് തന്നെ. കൊലയിൽക്കടവ് പാലം മാത്രമല്ല, കൊല്ലത്ത് സമാനമായ മറ്റൊരു പാലം കൂടിയുണ്ട്, പെരുമൺ പാലം. 2 പാലവും എവിടെ എത്തിക്കുമെന്ന് അറിയാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഞാനും ചാക്കിയും ഇനി ആറ്റിങ്ങലേക്ക് പോവുകയാണ്. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ആറ്റിങ്ങലിൽ നെടുമങ്ങാട്ട് നിന്നും